സിവിൽ സർവീസ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് ചിട്ടയായ പഠനം മാത്രമല്ല മികച്ച പരിശീലനവും നേടിയെടുക്കേണ്ടതുണ്ട്. ഇന്ത്യയിലുടനീളം കൂടുതൽ വിദ്യാർത്ഥികൾ ചുരുക്കം സീറ്റുകൾ ലക്ഷ്യമാക്കി പരിശീലനം നടത്തുമ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച പരിശീലനം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുകയാണ് ശ്രീ ഗോകുലം സീക്ക് IAS അക്കാദമി. ഇന്റഗ്രേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചറും സ്കോളർഷിപ്പും അടക്കം ശ്രീ ഗോകുലം സീക്ക് IAS അക്കാദമിയുടെ പ്രത്യേകതകൾ പങ്കുവയ്ക്കുകയാണ് MD സംഗീത്. കോർപ്പറേറ്റ് മേഖലയിൽ നിന്നുള്ള കേരളത്തിലെ ആദ്യത്തെ IAS അക്കാദമി, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകർ, ഇന്റഗ്രേറ്റഡ് ക്യാമ്പസ്. ശ്രീ ഗോകുലം ഗ്രൂപ്പ് നേതൃത്വം നൽകുന്ന ഗോകുലം സീക്ക് IAS അക്കാദമിയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള സംഗീത് K ആണ് നമുക്കൊപ്പം ഉള്ളത്. ഹായ് സർ. കേരളത്തിൽ ഒരുപാട് സിവിൽ സർവീസ് അക്കാദമികളുണ്ട്. അപ്പം ഗോകുലം സീക്ക് IAS ട്രെയിനിങ് സെന്റർ തുടങ്ങുന്നതിൻ്റെ ഒരു പുറത്തുള്ളൊരു മോട്ടീവ് എന്തായിരുന്നു കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്? കേരളത്തിൽ ഒരുപാട് സിവിൽ സർവീസ് അക്കാഡമികൾ പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ വലിയ തോതിൽ കേരളത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ റിസൾട്ട് കേരളത്തിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. വിച്ച് മീൻസ് നിലവാരമുള്ള സിവിൽ സർവീസ് പരിശീലനം കേരളത്തിലുണ്ട്. പക്ഷേ എപ്പോഴും നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടാവും. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ട ഒരു സാധ്യത എന്ന് പറയുന്നത് കേരളത്തിലെ സിവിൽ സർവീസ് പരിശീലനത്തിൻ്റെ നിലവാരം വർദ്ധിപ്പിക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ലളിതമായ കാര്യം ഇന്ത്യയിലെ ഏറ്റവും നല്ല പരിശീലകരെ കേരളത്തിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ട് അത് കോസ്റ്റ്ലി ആയ ഒരു അഫെയറാണ്. അതായത് അവർ വളരെ വലിയ തോതിൽ മണിക്കൂറിന് ചാർജ് ചെയ്യുന്നവരാണ്. അതല്ലെങ്കിൽ ഡൽഹിയിലെ ഏറ്റവും വലിയൊരു ബ്രാൻഡ് ഉപേക്ഷിച്ച് കേരളത്തിലേക്ക് വരണമെങ്കിൽ നമുക്ക് സ്വാഭാവികമായും അതിനനുസരിച്ചുള്ള പണച്ചെലവുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പം ഗോകുലം ഗ്രൂപ്പാണ് ഇതിനെ ബാക്ക് ചെയ്യുന്നത്. അപ്പം ഗോപാലേട്ടൻ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, നമുക്ക് പതുക്കെ ഇതിനെ ഒരു ബിസിനസ് എന്ന നിലയിൽ ലാഭകരമാക്കുന്നത് പതുക്കെ ചെയ്താൽ മതി. അതിനു മുമ്പ് ഏറ്റവും നിലവാരമുള്ള സ്ഥാപനം നമ്മുടേതാണെന്ന് പറയിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ശ്രമിച്ചു നോക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടീച്ചേഴ്സിനെ ഞങ്ങൾ കേരളത്തിൽ എത്തിച്ചു. അതുപോലെ തന്നെ ഏറ്റവും നല്ല സ്റ്റഡി മെറ്റീരിയൽസ് ഏറ്റവും അപ് ടു ഡേറ്റ് ആയ രൂപത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ഞങ്ങൾ ഡിസൈൻ ചെയ്തു. അപ്പോൾ ആ പ്രോസസ്സിലൂടെ കുട്ടികൾക്കൊരു മുഴുവൻ സമയ അസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു സിവിൽ സർവീസ് അക്കാഡമി സൃഷ്ടിക്കുക എന്നുള്ളതാണ് ചെയ്തത്. അപ്പം ഗോപാലേട്ടൻ്റെ നാടായാണ് കേരളം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും കേരളമായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങളത് തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്തത്. ഈ നിലവാരമുള്ള ടീച്ചേഴ്സിനെ എത്തിക്കുക എന്ന് പറയുന്ന സമയത്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ എടുക്കുന്നത്? ഈ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുമ്പം അത് വലിയൊരു കാര്യമാണല്ലോ. അപ്പം എന്താണ് അവരിൽ കാണുന്ന ഒരു ക്വാളിറ്റി ആയിട്ട് എങ്ങനെയാണ് അത് എടുക്കുന്നത്? അത് രണ്ട് ഫാക്ടേഴ്സാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പോൾ പലപ്പോഴും അതിൽ ഒരു ഫാക്ടറിന് ഓവർ എംഫസൈസ് കിട്ടുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് സിവിൽ സർവീസ് പരിശീലനത്തിൽ മുൻകാല അനുഭവമുള്ള ആളുകളെ മാത്രമേ അധ്യാപകരായിട്ട് തിരഞ്ഞെടുക്കാവുന്ന ഒരു നോഷൻ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. സത്യത്തിൽ അത് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ അത് യുക്തിഭദ്രമല്ല. കാരണം സിവിൽ സർവീസ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ സെറ്റ് ചെയ്യുന്നത് ആരാണെന്ന് ആലോചിച്ചാൽ അത് യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പൂൾ, അക്കാഡമീഷ്യൻസിൻ്റെ ഒരു പൂളാണ്. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റിൽ നമുക്ക് ആ നിലയിലുള്ള ഡെപ്തും അനലിറ്റിക്കൽ കേപ്പബിലിറ്റി അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യാനാണ് ഇവിടെ ശ്രമിച്ചിരിക്കുന്നത്. അതായത് സമീപകാലത്ത് സിവിൽ സർവീസ് പാസ്സായി ലീവിലൊക്കെ ഉള്ള ആളുകളെ നമുക്ക് മെൻറ്റേഴ്സായിട്ട് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കുകയും അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സിവിൽ സർവീസിൽ അറ്റംപ്റ്റ് ചെയ്യുകയും അതിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെ പരാജയപ്പെടുകയും ചെയ്തിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ അധ്യാപകരായിട്ട് തിരുവനന്തപുരത്തുണ്ട്. അവരെ നമ്മൾ ഇതിനകത്തേക്ക് ഹയർ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഏറ്റവും അക്കാഡമിക് മെറിറ്റ് ഉള്ള ആളുകളെ, ഇപ്പോൾ ഞങ്ങളിപ്പം ജയേഷ് ഖട്ടർ എന്ന് പറഞ്ഞ അധ്യാപകനെ, അദ്ദേഹത്തിനെ ഞങ്ങൾ ഇൻ്റർനാഷണൽ റിലേഷൻസിനും ഹിസ്റ്ററിക്കുമായിട്ട് കേരളത്തിലേക്ക് ചൂസ് ചെയ്യുമ്പോൾ അദ്ദേഹം ആ വിഷയത്തിൽ ഡോക്ടറേറ്റ് ഉള്ള ഒരാളാണ്. അതിൻ്റെ കൂടെ 10 കൊല്ലത്തെങ്കിലും സിവിൽ സർവീസിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച അക്കാഡമികളിലെ ടീച്ചിങ് എക്സ്പീരിയൻസും ഉണ്ട്. അതുപോലെ തന്നെയാണ് ഞങ്ങൾ എല്ലാ അധ്യാപകരെയും ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുൽ ഗാർഗ് എന്ന് പറഞ്ഞ അധ്യാപകനെ നിങ്ങൾ ചൂസ് ചെയ്യുന്നു. ആ സബ്ജക്റ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പഠിപ്പിച്ചു തുടങ്ങിയ ആളാണ് അദ്ദേഹം. സിവിൽ സർവീസിൽ അതൊരു പുതിയ എൻട്രി, 2013 ആ വിഷയം ആദ്യമായിട്ട് ഉൾപ്പെടുന്നത്. അന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച അക്കാഡമിയിൽ അതിൻ്റെ പരിശീലനം ആരംഭിച്ച അധ്യാപകനാണ്. അപ്പോൾ അത്തരത്തിലുള്ള ലെജൻഡറി ആയ അധ്യാപകരെ കേരളത്തിലെ കുട്ടികൾക്ക് ഒരു ഓഫ്ലൈൻ മോഡിൽ എത്തിച്ചു കൊടുക്കുക. ഇവരുടെ പലരുടെയും ക്ലാസ്സുകൾ ഓൺലൈനിൽ പണ്ട് മുതലേ അവൈലബിൾ ആണ്. അപ്പോൾ അവരുടെ നേരിട്ട് അവർക്ക് പേപ്പർ വാല്യൂ ചെയ്ത് കൊടുക്കാൻ പറ്റുക, അവരുടെ സജഷൻസ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുക, ഈ കാര്യങ്ങളാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഇത്തവണത്തെ മെയിൻസിന് ഞങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ അധ്യാപകർ നമ്മുടെ കുട്ടികൾ മെയിൻസ് എഴുതുമ്പോൾ അവരുടെ ഏറ്റവും മികച്ച പെർഫോമൻസിന് വേണ്ടി നമ്മുടെ അക്കാഡമി ബേസ് ചെയ്ത് അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്ന ഒരു സംവിധാനം ഞങ്ങൾ ഈ തവണ ഒരുക്കിയിട്ടുണ്ട്. ഈ IAS ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഏത് ഡിഗ്രിയാണ് എടുക്കേണ്ടതെന്ന്. അങ്ങനെ IASന് പ്രത്യേകിച്ച് ഒരു ഡിഗ്രി എടുക്കാം അങ്ങനെയുണ്ടോ? ഇല്ല. അത് സത്യത്തിൽ ഇതിനുമായിട്ട് ചേർന്ന് വരുന്ന ഒരുപാട് മിഥ്യാധാരണകളിൽ ഒന്നാണ്. സത്യത്തിൽ അത് പൊളിയപ്പെടേണ്ട ഒന്നുമാണ്. കാരണം
സിവിൽ സർവീസിന് പലപ്പോഴും നിങ്ങൾ നോക്കി ഇതൊരു ഇൻഡസ്ട്രി ആയിട്ട് വളരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രവണതകളാണിത്. അതായത് സിവിൽ സർവീസ് എന്നൊരു പരിശീലനം എന്ന് പറഞ്ഞാൽ മേ ബി ഇന്ത്യയിൽ ഒരു 3000 മുതൽ 4000 കോടി രൂപ വരെയുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അത്തരം ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഇത് മാറുമ്പോൾ പുതിയ പുതിയ പ്രോഡക്റ്റ് ഡിസൈനുകൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ പലരും ഡിഗ്രിയോടൊപ്പം നമുക്ക് സിവിൽ സർവീസ് പഠിക്കാമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും 1-2 വിഷയത്തിൽ ഡിഗ്രി ഓഫർ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഈ പരിശീലനത്തിന് പ്രാമുഖ്യം കൊടുക്കാൻ പറയുന്നു. പക്ഷെ അവിടെ നമ്മൾ നോക്കേണ്ടത് ഒരു അപകടകരമായ പ്രവണത അവിടെ ഉള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ 12 ലക്ഷം ആപ്ലിക്കൻസ് പരീക്ഷ എഴുതുകയും 1000 വേക്കൻസി മാത്രമുള്ള ഒരു സംഗതിയാണ് സിവിൽ സർവീസ്. അതിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആളുകൾ മാറ്റുരയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഇതിനനുസരിച്ച് ഷേപ്പ് ചെയ്താൽ വൺസ് ഈ സിവിൽ സർവീസിലേക്ക് നിങ്ങൾക്ക് എൻട്രി കിട്ടാതെ പോയാൽ നിങ്ങൾക്കൊരു പ്രശ്നം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും നല്ല താല്പര്യമുള്ള മേഖലയിൽ 12 വരെ പഠിക്കുക. അത് സയൻസ് ആണ് അവർക്ക് ഇഷ്ടമെങ്കിൽ സയൻസ് പഠിക്കുക. സിവിൽ സർവീസിനെ സംബന്ധിച്ച് 2013 ശേഷം സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ച് എക്സ്ട്രാ എഡ്ജ് ഉണ്ട്. കാരണം മാത്സും ഇംഗ്ലീഷും റീസണിങ്ങും ആപ്റ്റിറ്റ്യൂഡും ഒക്കെ വരുന്ന കാര്യങ്ങൾ ഇപ്പം സിവിൽ സർവീസിലെ ഒരു പേപ്പറാണ്. ആ പേപ്പറിൽ മിനിമം മാർക്ക് കിട്ടാത്ത കുട്ടികളെ ആദ്യഘട്ടം കടക്കാൻ അനുവദിക്കില്ല. അതൊരു മാൻഡേറ്ററി പേപ്പറാണ്, ക്വാളിഫയിങ് പേപ്പറാണ്. അപ്പോൾ അത് സത്യത്തിൽ അഡ്വാൻറ്റേജ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു കുട്ടിക്ക് സയൻസ് തീരെ താല്പര്യമില്ലെങ്കിൽ അയാളെ ഇതിൻ്റെ പേരിൽ പുഷ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അതിനുശേഷം കുട്ടി ഫോക്കസ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു സെൻറ്റർ ഫോർ എക്സലൻസിൽ അല്ലെങ്കിൽ നാട്ടിലുള്ളതിൽ ഏറ്റവും മികച്ച ഒരു സ്ഥലത്ത് പോയി ഗ്രാജുവേറ്റ് ചെയ്യാനാണ് അവർക്ക് ഇഷ്ടമുള്ളൊരു ഗ്രാജുവേഷൻ. അതിനുശേഷം നമ്മൾ എടുക്കേണ്ട ഒരു യുക്തിഭദ്രമായ തീരുമാനമായിരിക്കണം സിവിൽ സർവീസ്. അതുപോലെ തന്നെ നിങ്ങൾ അതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഗ്രാജുവേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഗ്രാജുവേഷൻ്റെ കൂടെ തന്നെ സിവിൽ സർവീസ് പഠിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അതായത് അവർക്കൊരു ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുക. അപ്പോൾ ഞങ്ങളൊക്കെ വീക്കെൻഡ് ബേസിൽ നമ്മൾ ഓൺലൈനിൽ അത്തരമൊരു സേവനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് നാട്ടിലെ സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ശരി, നിങ്ങൾക്ക് അത്തരത്തിലൊരു ഫൗണ്ടേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ ഇതിൻ്റെ ഫൗണ്ടേഷണൽ വാല്യൂസ് പഠിപ്പിച്ചു കൊടുക്കും, ബേസിക് സബ്ജക്ട്സ് പഠിപ്പിച്ചു കൊടുക്കും. 2 കാര്യമാണ് അതുകൊണ്ടുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് കൂടുതൽ സമയവും വർഷവും കളയാതെ ഇത് വേണമെന്ന് തീരുമാനിക്കാം, അല്ലെങ്കിൽ വേണ്ടാന്ന് തീരുമാനിക്കാം. 2 നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഏത് പ്രായം മുതലാണ് അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത്? ഇപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു IAS എടുക്കാമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വലിയൊരു അത് അങ്ങനത്തെ ഒരു ഇതിലേക്കല്ല പോകും. അപ്പം ഏത് പ്രായം മുതൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ട് തുടങ്ങണം? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിവിൽ സർവീസിനെ പറ്റിയിട്ട് ആളുകളുടെ വേറൊരു ധാരണയാണ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ റോക്കറ്റ് സയൻസ് പഠിക്കണം, അതായത് ലോകത്തുള്ള സകല സാധനവും സൂര്യന് കീഴുള്ളതെല്ലാം അറിയണം എന്ന് പറയുന്ന അതിൽ എന്താണ് അതിലൊരു പരിധി വരെ നമ്മൾ കാണുന്ന വീഡിയോസ് മറ്റു കാര്യങ്ങളിലൊക്കെ വലിയ പങ്കുണ്ട്. നമ്മൾ ഏത് ബുക്ക് എങ്ങനത്തെ ബുക്ക് എന്നൊക്കെ പെട്ടെന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നത്. അത് പലപ്പോഴും നിങ്ങൾ നോക്കുക, ഇതിനെപ്പറ്റി മതിയായ അറിവുള്ളവരും ഇല്ലാത്തവരും ഇതിന് ഉപദേശം കൊടുക്കുന്നുണ്ട്. അതിലൊരു പ്രശ്നം അവിടെ നിന്നുണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സിലബസ് എടുത്ത് വായിച്ചു നോക്കുക. ഗൂഗിളിൽ ആർക്കും സെർച്ച് ചെയ്താൽ കിട്ടുന്ന നിസ്സാരമായി കാണാവുന്ന ഒരു സിലബസാണിത്. അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ 70% സിലബസിലെ പ്രധാന ഭാഗങ്ങളെല്ലാം വരുന്നത് 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സ്വാഭാവികമായും സിവിൽ സർവീസിന് ആവശ്യമായ സിലബസ് പഠിക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് കണ്ടിട്ടല്ല നമ്മുടെ കുട്ടികൾ അത് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ 6ാം ക്ലാസ് തീരുന്ന അന്ന് വൈകുന്നേരം നമ്മൾ ഈ വിഷയങ്ങളെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് കളയും. അപ്പോൾ കുട്ടികളെ സിവിൽ സർവീസിന് പഠിപ്പിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. അതായത് കുട്ടികളെ സിവിൽ സർവീസിൻ്റെ സിലബസ് പഠിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നിനക്ക് ഭാവിയിൽ IAS ആവാമെന്നൊരു 6ാം ക്ലാസ്സിലെ കുട്ടിയോട് പറയുന്നതിലോ യുക്തിയില്ല. കാരണം ചിലപ്പോൾ അവൻ്റെ ഉള്ളിലൊരു ഒരു സ്പേസ് സയൻറ്റിസ്റ്റ് ഉണ്ടാവുമായിരിക്കും, ചിലപ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു ജേർണലിസ്റ്റ് ഉണ്ടാവുമായിരിക്കും, ഒരു ഓട്ടോമൊബൈൽ എക്സ്പേർട്ട് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അവരുടെ എല്ലാ സാധ്യതകൾ അനന്തമായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ കുട്ടികളോട് പറയാവുന്നൊരു കാര്യം, നിങ്ങൾ കുട്ടികളെന്ന നിലയിൽ അടുത്ത കരിയറിനെ പറ്റിയുള്ള എക്സ്പോഷർ ഉണ്ടാവേണ്ട ആളുകൾ എന്ന നിലയിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പത്രം വായിക്കുന്ന ഒരു കൾച്ചർ നിങ്ങൾക്ക് ഉണ്ടാവണം. അത്തരത്തിൽ സിവിൽ സർവീസിൻ്റെ ഫൗണ്ടേഷണൽ വാല്യൂ നമ്മുടെ കുട്ടികളുടെ മികച്ച ഒരു കരിയർ ഷേപ്പിങ്ങിന് സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നമുക്ക് അവരോട് എന്ത് ചെയ്യാൻ പറയാം? സിവിൽ സർവീസിൻ്റെ സിലബസിനെ പറ്റി അറിവുള്ളവരായിരിക്കാൻ പറയാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇത്തരത്തിലൊരു ജോലിക്ക് ആവശ്യമാണെന്ന് പറയാം. അത്രയേ ഉള്ളൂ. ഓക്കെ, ഈ പേഴ്സണൽ മെന്റർഷിപ്പോട് കൂടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ സീക്ക് അക്കാദമി കൊടുക്കുന്നത്. അപ്പോൾ ഒരു പേഴ്സണൽ മെന്റർഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ 24 hours ഈ പിള്ളേരെ കൂടെ അല്ലെങ്കിൽ മെന്ററായിട്ട് തന്നെ ഉണ്ടാവുമോ? അത് സത്യത്തിൽ കുട്ടികളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അതിനൊരു അവൈലബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് മാത്രം ഒരു മെന്റർ അങ്ങനെയാണ്? അങ്ങനെയല്ല. അപ്പം നമ്മളൊരു കുട്ടിയെ അവിടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ
ആ കുട്ടിക്ക് ഒരു മെൻറ്ററെ നമ്മൾ അലോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പൂൾ ഓഫ് മെൻറ്റേഴ്സിനെ പലപ്പോഴും സിവിൽ സർവീസ് ഇപ്പോൾ കിട്ടി ലീവിലൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ നമ്മൾ ആ മെൻറ്റേഴ്സിൻ്റെ പൂളിൽ ഇട്ടിട്ടുണ്ട്. സീനിയർ ബ്യൂറോക്രാറ്റ്സിനെ, അതായത് റിട്ടയറായി ഇപ്പോഴും ഈ സിവിൽ സർവീസ് ഫീൽഡുമായി ടച്ചിലുള്ള ആളുകളെ നമ്മൾ ആ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് പലതരത്തിലുള്ള ഗൈഡൻസ് അവർക്ക് ആവശ്യമാണ്. ചിലപ്പോൾ അവർക്ക് ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാനായിരിക്കും ഒരാളുടെ സഹായം വേണ്ടത്. ചിലപ്പോൾ അവർക്ക് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പർട്ടിക്കുലർ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, അപ്പോൾ അതിൽ എക്സ്പേർട്ട് ആയ ഒരാളുടെ ആയിരിക്കും വേണ്ടത്. അതിലും മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം ചെയ്യുമ്പോൾ ചിലപ്പോൾ സർവീസിലുള്ള ഒരാളുടെ ഉപദേശം ആവശ്യമായിട്ട് വരും. ചിലപ്പോൾ അവർക്ക് കുറച്ചുകൂടെ സീനിയറായ ബ്യൂറോക്രാറ്റ്സിൻ്റെ, ഇപ്പം ഗവേണൻസ് പോലെ എത്തിക്സ് പോലുള്ള സബ്ജക്ട്സിൽ ചിലപ്പോൾ അവരുടെ അഡ്വൈസ്, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള അഡ്വൈസസ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത്തരത്തിലൊരു പൂൾ ഓഫ് മെൻറ്റേഴ്സിനെ നമ്മൾ അവിടെ അവൈലബിൾ ആക്കുന്നു. ഇവർക്ക് സ്ലോട്ട്സ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ദിവസം അവർക്കൊരു 20 മിനിറ്റ് നീളുന്ന സ്ലോട്ട് ബുക്ക് ചെയ്യാം. ആ സമയത്ത് അവർ അവൈലബിൾ ആണെങ്കിൽ 1-to-1 കുട്ടിയോട് അവർ സംസാരിക്കും. ഓഫ്ലൈനായിട്ട് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഓൺലൈനായിട്ട് ഒരു സ്പെസിഫിക് ആയ ആളെ, ചിലപ്പോൾ തിരക്കുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓൺലൈൻ ഓപ്ഷൻസ് ഇവിടെ കൊടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഓൺലൈൻ ഓപ്ഷൻസ് അപ്പം എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. ഓൺലൈൻ ആക്ച്വലി അവർക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഓഫ്ലൈൻ ആണ്. ബിക്കോസ് അത്തരത്തിലൊരു ഇൻട്രാക്ഷൻ്റെ സാധ്യത കൂടുതലുണ്ടാവുന്ന അവിടെയാണ്. അപ്പോൾ അവരവിടെ ഓഫീസിൽ അവൈലബിൾ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഓഫ്ലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യാം. വർക്കിംഗ് സിവിൽ സർവൻസിൻ്റെ അഡ്വൈസ് വേണമെങ്കിലാണ് നമുക്ക് അതിന് സ്വാഭാവികമായിട്ടും ഓൺലൈനിൽ കൂടുതൽ സാധ്യത ഉണ്ടാവും. IAS ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന IAS മാത്രമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ച്, വേറെ എന്തൊക്കെയെന്നുള്ള സാധ്യതകളെക്കുറിച്ച് പലപ്പോഴും അറിയാതെ പോകുന്നുണ്ടല്ലോ. അപ്പം എല്ലാം ഗൈഡൻസിലാണോ ഇത് പോകുന്നത്? ഇപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ ഈ പരീക്ഷയുടെ ഒരു പ്രധാന പ്രശ്നം ഇതിൽ വളരെ ചെറിയ വിജയ ശതമാനമേ ഉള്ളൂ. അതായത് ഇപ്പം നമ്മളിപ്പം 50-60 ആളുകളാണ് കേരളത്തിൽ നിന്ന് ജയിക്കുന്നത്. 17,000 ആളുകൾ കേരളത്തിൽ നിന്ന് പരീക്ഷ എഴുതുന്നുണ്ട്. അപ്പം 60 പേര് ജയിക്കുന്നു പറഞ്ഞാൽ താരതമ്യേന ചെറിയ നമ്പറാണ്. പക്ഷെ നിങ്ങൾ നോക്കേണ്ടത്, സീരിയസ് ആയി സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്ത ഒരാളെ നോക്കുക, അയാളുടെ കരിയർ ഒരു ഫ്ലോപ്പ് ആവുന്നില്ല. അതായത് ഒന്നുകിൽ അയാൾ പഠിച്ചതിനെ കുറച്ചുകൂടി എക്സലൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്ക് പോകും. അതിപ്പം നമ്മൾ ഒരു ലിറ്ററേച്ചർ പഠിച്ച ഒരാൾ, അയാളെ സംബന്ധിച്ച് അയാൾ എക്കണോമിക്സിലും ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലും കോണ്ടംപററി അഫയേഴ്സിലും എക്കോളജിയിലും ഒക്കെ നോളജബിൾ ആയ ഒരു പേഴ്സൺ ആയി മാറുകയാണ്. വിച്ച് മീൻസ് അയാൾക്ക് പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻസ് മുതൽ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ മുതൽ മറ്റു പല മേഖലകളിലേക്കും തൊഴിൽ സാധ്യത തുറക്കുന്നുണ്ട് ഈ പരിശീലനം കൊണ്ട്. മാത്രമല്ല, കേരള PSC നടത്തുന്ന അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന മറ്റൊരു കേന്ദ്ര സർക്കാർ ജോലിയിൽ അവർ ലാൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി സാധാരണ കുട്ടികളെക്കാട്ടിലും ഇരട്ടിയിലധികമാണ്. അപ്പോൾ അവരൊരു ജോബിൽ സെറ്റിൽഡ് ആവും, അവരുടെ കരിയർ സുരക്ഷിതമാവുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. സത്യത്തിൽ ഈ കോഴ്സ് നടത്തുന്നതിലുള്ള ഞങ്ങളുടെ കോൺഫിഡൻസും അത് തന്നെയാണ്. ഇപ്പം നമ്മളൊരു 860 hours അവർക്ക് വാല്യൂബിൾ ആയ ഒരു സെഷൻസ് കൊടുക്കുമ്പോൾ അവർ സിവിൽ സർവീസിലേക്ക് ലാൻഡ് ചെയ്തില്ല എങ്കിൽ പോലും അവരുടെ കരിയർ ഒരു ഫ്ലോപ്പായി അവസാനിക്കില്ല. അവരത് സീരിയസ് ആയിട്ട് പെർസ്യൂ ചെയ്യുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും അവർ സക്സസ്ഫുൾ ആയ ആളുകളായിരിക്കും. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അപ്പോൾ ഏതൊക്കെയാണ് അത്? ഇൻ്റഗ്രേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പം ഞങ്ങൾ സാധാരണഗതിയിൽ റീഡിംഗ് റൂം ഫെസിലിറ്റി അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരൊറ്റ ബിൽഡിങ്ങിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതായത് ഇപ്പം നമുക്ക് നമ്മുടെ അക്കാഡമിക് ടീം വർക്ക് ചെയ്യുന്ന സ്പേസ് മുതൽ ആവശ്യമായ ക്ലാസ് റൂം, ഓപ്പൺ ലൈബ്രറി ഉണ്ട്. അതായത് അവിടെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വരാം, അവർക്ക് അവൈലബിൾ ആയ സ്പേസ് സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട്. മെറ്റീരിയൽസ് സൗജന്യമായിട്ട് ഉപയോഗിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കുട്ടിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു ക്യൂബിക്കിൾ എന്ന ഫോമിൽ നമ്മൾ 2 ഫ്ലോറിൽ റീഡിംഗ് റൂം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ സൗകര്യങ്ങളെല്ലാം ഒരൊറ്റ ഫെസിലിറ്റിയിൽ ഇൻ്റഗ്രേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് സീക്ക് ഇപ്പം നമുക്ക് ഓഫർ ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പം സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും പെർഫോമിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണോ, എങ്ങനെയാണ് അത്? അതെ, അതും ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെയാണ്. ഞങ്ങളുടെ ഒരു ചെയർമാൻ്റെ ഒരു വിഷനായിരുന്നു ഈ സ്ഥാപനത്തിൽ സ്വാഭാവികമായും ക്വാളിറ്റിയുടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ലാഭം വന്നാൽ മതി. അതാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് നിങ്ങൾ നിലവാരമുള്ളൊരു പ്രോഡക്റ്റ് കൊടുക്കുന്നു, അത് അന്വേഷിച്ച ആളുകൾ വരട്ടെ, അങ്ങനെ നമുക്ക് കൂടുതൽ ആളുകൾ നമ്മളെ അന്വേഷിച്ച് വരുമ്പോൾ നമുക്കിത് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലാതെ ഒരു വ്യവസായം പോലെ ചെയ്യേണ്ട കാര്യമല്ല വിദ്യാഭ്യാസം എന്നാണ് ഗോപാലേട്ടൻ എപ്പോഴും പറയുക. അത് അദ്ദേഹം ഇന്നലെയും എന്നെ ഓർമ്മിപ്പിച്ചിരുന്ന കാര്യമാണ്. അതായത് നമുക്ക് നിലവാരത്തിൽ ഫോക്കസ് ചെയ്യാം, ആ കാര്യത്തിന് ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന് അദ്ദേഹം പറയും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി സ്കോളർഷിപ്പ് എന്ന പേരിൽ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ലോഞ്ച് ചെയ്തപ്പോൾ ഞങ്ങൾ കേരളത്തിലെ 14 ജില്ലകളിലും പോയിരുന്നു. അവിടെയെല്ലാം സാമ്പത്തികമായ പരാധീനതകൾ മാത്രം സിവിൽ സർവീസ് പരിശീലനത്തെ തടയുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ഞങ്ങളുടെ ബാച്ചുകളിൽ ഞങ്ങൾ സൗജന്യമായിട്ട് പഠിക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്.
ഈ തവണയും ഞങ്ങളത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ സമയത്തിൻ്റെ കൺസ്ട്രെയിൻസ്, ഈ തവണ തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് പ്രിലിമിനറി പരീക്ഷ കുറച്ച് വൈകിയിരുന്നു. സമയത്തിൻ്റെ കൺസ്ട്രെയിൻറ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ കേരളത്തിലെ 4 സോണുകളിലായിട്ട് ഞങ്ങൾ ഈ തവണയും എൻട്രൻസ് പരീക്ഷ നടത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ നിയറസ്റ്റ് സ്ഥലത്ത്, ഇപ്പോൾ മലബാറിലുള്ളവർക്കാണെങ്കിൽ കോഴിക്കോട്, അല്ലെങ്കിൽ ഇടുക്കിയോ ഇവിടെ സെൻട്രൽ കേരളത്തിൽ എവിടെയെങ്കിലും ഉള്ളവർക്കാണെങ്കിൽ കൊച്ചിയിൽ, ആലപ്പുഴയിലും ഞങ്ങളൊരു സെൻറ്റർ വയ്ക്കുന്നുണ്ട്, തിരുവനന്തപുരത്തും സെൻറ്റർ വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എക്സാം എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾ മെറിറ്റ് പ്രൂവ് ചെയ്യുക, അതല്ല എങ്കിൽ റീസണബിൾ ആയൊരു ഫീസാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ ഫീസ് അടച്ച് ഞങ്ങളുടെ അടുത്ത് പഠിക്കുക. 2 ഓപ്ഷനും നമ്മൾ ഓപ്പൺ ആണ്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ കൂടുതലും IAS എന്ന് പറയുന്ന ഒരു ഫോക്കസേ പലർക്കും ഇല്ല, മറ്റ് പല ഇതാണ് ഉള്ളത്. അപ്പം IAS ഒരു ഫോക്കസ് ആയിട്ട് കേരളത്തിന് മുമ്പിലേക്ക് വെക്കുമ്പം എങ്ങനെയാണ് കുട്ടികൾ ഇതിലേക്ക് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു IAS-നെ പറ്റിയിട്ട് 2 കാര്യമാണ്. അവബോധമില്ലായ്മ ഒരു പ്രശ്നമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളം ഈസ് ഓൾവേസ് ഇക്വേറ്റഡ് ടു എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ്റെ എല്ലാ സംഗതികളിലെയും ഒരു ഫ്ലാഗ് ബെയറാണ് നമ്മൾ. സാക്ഷരത ഏതാണ്ട് 100% നിൽക്കുന്ന നാടാണ്. പ്രാഥമിക വിദ്യാഭ്യാസത്തിലാണെങ്കിലും നമ്മൾ സെക്കൻഡറി എഡ്യൂക്കേഷനിലും ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലും എല്ലാം ഇന്ത്യക്ക് മാതൃക സൃഷ്ടിച്ചിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ സിവിൽ സർവീസ് വിജയികളെ സൃഷ്ടിക്കുമ്പോൾ നമ്മളെക്കാൾ പെർഫോം ചെയ്യുന്ന അന്യ സംസ്ഥാനങ്ങളുണ്ട്. അപ്പം കേരളത്തിൻ്റെ ഈ മിസ്മാച്ചിന് പുറകിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മുടെ പാരൻസ് പോകുന്ന സമയത്ത് സിവിൽ സർവീസിൻ്റെ ഈ റിസ്ക് എലമെൻ്റ് ഉള്ളതുകൊണ്ട് പാരൻസ് കൂടുതൽ പ്രോത്സാഹനം കുട്ടികൾക്ക് കൊടുക്കുന്നില്ല ഇതിലേക്ക് വരാൻ. അതിലും ഈ അവബോധമില്ലായ്മ ഒരു പ്രശ്നമാണ്. കാരണം പാരൻസ് വിചാരിക്കുന്നത് ഇത് ഭയങ്കര ലോകത്തെ കാര്യങ്ങൾ അറിയുന്നവർക്ക് മാത്രം പറ്റുന്നതാണ്, ശരാശരിക്കാർക്ക് ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണെന്ന് പാരൻസ് കരുതുന്നുണ്ട്. വളരെ ഫീസിനെ പറ്റിയിട്ടുള്ള ആശങ്കകളുണ്ട്. പിന്നെ ഇത് കൂടുതൽ സമയമെടുക്കും, ഇത് കിട്ടിയില്ലെങ്കിൽ അവർ ഗ്രൗണ്ട് സീറോയിൽ വന്ന് നിൽക്കും, അങ്ങനത്തെ ഒന്നും സംശയങ്ങൾക്ക് അടിസ്ഥാനമില്ല. ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ സ്കൂൾ കാലഘട്ടത്തിലെ സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പരീക്ഷ നടക്കുന്നത്. അവരുടെ ഡെഡിക്കേറ്റഡ് ആയ ഒരു പ്രിപ്പറേഷൻ ഇത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഈ പരീക്ഷ ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് 1 വർഷം സമയം വേണ്ടി വരും ഈ പരീക്ഷയുടെ പ്രോസസ്സ് തീർക്കാൻ. അതായത് പ്രിലിമിനറി ഏതാണ്ട് മെയ് മാസം അല്ലെങ്കിൽ വൈകിയ ജൂൺ മാസത്തിൽ നടക്കും. സെപ്റ്റംബർ ഒക്ടോബർ കാലഘട്ടത്തിൽ ഇതിൻ്റെ മെയിൻസ് നടക്കും. ഫെബ്രുവരി മുതൽ മാർച്ച് ഏപ്രിൽ വരെയുള്ള കാലഘട്ടങ്ങളിലായിട്ടായിരിക്കും ഇതിൻ്റെ ഇൻ്റർവ്യൂസ് ഷെഡ്യൂൾ ചെയ്യപ്പെടുക. അപ്പോൾ ഒരു കുട്ടി പരീക്ഷ എഴുതിയാൽ അത് പൂർത്തിയാവാൻ ഈ 1 വർഷത്തെ സമയം എടുക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വൾണറബിലിറ്റി. അപ്പോൾ ഒരു പോസ്റ്റ് ഗ്രാജുവേഷന് പോയാൽ പോരെ എന്നൊക്കെ പലരും ആ നിലയിൽ സ്വാഭാവികമായിട്ട് ചിന്തിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് സിവിൽ സർവീസിനെ നമ്മളൊരു എംപ്ലോയബിലിറ്റി എൻഹാൻസ്മെൻറ്റ് എന്ന നിലയിൽ കാണണം. കാരണം നിങ്ങൾ നോക്കിയാൽ ഗ്രാജുവേഷനിൽ പഠിച്ച ഒരു കാര്യമല്ല കുട്ടിക്ക് ജോലി കൊടുക്കുന്നത്. കുട്ടിക്ക് ജോലി കൊടുക്കുന്നത് ജനറൽ നോളജും മാത്സും റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ഒക്കെയാണ്. അപ്പോൾ അവിടെ പരിശീലനം കിട്ടുന്നില്ലെങ്കിൽ ഏത് സിലബസ് നിങ്ങളുടെ കുട്ടി പഠിച്ചാലും എന്തിൽ ഗ്രാജുവേറ്റ് ചെയ്താലും ജോലി ഒരു പ്രശ്നമായി തന്നെ നിൽക്കുകയാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇപ്പം സിലബസ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷന് വലിയ പരിമിതികളുള്ള ഒരു നാടാണ് നമ്മളുടേത്. കാരണം എംപ്ലോയബിലിറ്റി സ്കിൽസ് ഇല്ല. ഇപ്പം നിങ്ങളൊരു IT എഞ്ചിനീയറെ നോക്കുക, നമ്മുടെ അടുത്ത് BTech പാസ്സായ ഒരാളെയും ഡയറക്റ്റ് ആയിട്ട് ഒരു കമ്പനിയും എംപ്ലോയ് ചെയ്യുന്നില്ല. ഇൻസ്റ്റഡ് അവരെ ആദ്യം ഒരു കോർപ്പറേറ്റ് ട്രെയിനിങ് സെൻറ്ററിലേക്ക് വിട്ട് 6 മാസമോ 1 വർഷമോ പഠിപ്പിച്ച് അവർ കോളേജിൽ എന്താണോ പഠിക്കേണ്ടത് അത് പുറത്ത് പഠിപ്പിച്ച ശേഷമാണ് എംപ്ലോയ് ചെയ്യുന്നത്. അതുപോലത്തെ ഒരു എംപ്ലോയബിലിറ്റി എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാമായിട്ട് കൂടെ നിങ്ങൾ സിവിൽ സർവീസിൻ്റെ സാധ്യത കാണണം. കാരണം ഇത് ഒരു ജോലി IAS എന്ന് പറയുന്ന ഒരു കരിയറിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒന്നല്ല. ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ ഈ നാടിൻ്റെ ചരിത്രം, ഭൂമിശാസ്ത്രം, സാമ്പത്തിക രംഗം, എക്കോളജി, എൻവയോൺമെൻറ്റ്, സയൻസ്, ടെക്നോളജി, കോണ്ടംപററി അഫയേഴ്സ് ഇതിനെപ്പറ്റിയൊക്കെ സമഗ്രമായ ധാരണ നൽകി ഏതെങ്കിലും ഒരു മേഖലയിൽ അവന് തൊഴിൽ കണ്ടെത്താൻ അവനെ പര്യാപ്തമാക്കുന്ന ഒരു പ്രോഗ്രാം കൂടെയാണിത്. അതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് IAS-ന് താല്പര്യമില്ലാത്ത ഒരാൾ പോലും സീരിയസ് ആയി ഇതിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുദ്ദേശിക്കുന്ന കരിയറിൽ വലിയ ഹൈറ്റ്സിൽ പോകാൻ പറ്റും. ഇത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവബോധം ബാക്കിൽ നിൽക്കുന്ന പാരൻസിനും ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നുള്ളതും വലിയൊരു പ്രശ്നം തന്നെയാണ്. അതുണ്ട്. കാരണം 2 കാര്യങ്ങളാണ്. ഒന്ന്, വി ഹാവ് 2 ഗുഡ് പാരൻസ്. കേരളത്തിന് വളരെ നല്ല മാതാപിതാക്കളുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ മാതാപിതാക്കളെ പറ്റി ആലോചിച്ച് നോക്കുക. ഇപ്പോൾ 18 വയസ്സ് കഴിയുമ്പം മക്കളെ സ്വതന്ത്രരായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു യൂറോപ്യൻ കൾച്ചറിലൊന്നും അല്ല നമ്മളിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇപ്പം എനിക്ക് 35 വയസ്സായെങ്കിൽ ഇന്നലെയും എന്നെപ്പറ്റി ആശങ്കപ്പെട്ട മാതാപിതാക്കൾ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചറാണ്. കുട്ടി ഗ്രാജുവേറ്റ് ചെയ്യുമ്പോഴും പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്യുമ്പോഴും വിവാഹം കഴിക്കുന്നതിലും അവൻ ബിസിനസ് ചെയ്യുന്നതിലും എല്ലാത്തിലും അഭിപ്രായമുള്ള, എല്ലാത്തിലും വൈകാരികമായി തന്നെ ഇടപെടുന്ന മാതാപിതാക്കൾ നമുക്കുണ്ട്. പക്ഷേ ഈ പുതിയ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാവേണ്ടതുണ്ട്. കാരണം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 4.0 എന്ന് പറയുന്ന പുതിയ കാലഘട്ടത്തിലേക്ക് ജോലി തേടി ഇറങ്ങുന്നവരാണ് നമ്മുടെ കുട്ടികൾ.
92% ഇന്ത്യയിലെ മാതാപിതാക്കൾക്കും 7 കരിയർ ഓപ്ഷനെ പറ്റി മാത്രമേ അറിയൂ. അതെ, നമ്മളെ ടേസ്റ്റിൽ പലപ്പോഴും ഡോക്ടർ, എഞ്ചിനീയർ, IT അത് മാത്രമാണ്. ഇതെല്ലാം സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞു. സാച്ചുറേറ്റഡ് ആവാന്ന് പറഞ്ഞാൽ 2030 നിങ്ങൾ നോക്കിയാൽ ഇതിൽ 5-1 ജോലിയെ ബാക്കിയുണ്ടാവും. ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലെ ടോപ്പ് 7 നമ്മൾ ഈ പറഞ്ഞ കോഴ്സില്ലേ, അത് ആദ്യം ജോബ് ജനറേറ്റ് ചെയ്യുന്ന 20 പ്രൊഫഷൻസിലും ഇല്ല. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ഒന്നുകിൽ അതിനെപ്പറ്റി കൂടുതൽ അവെയർ ആവേണ്ടതുണ്ട്, അതല്ലെങ്കിൽ കുട്ടികളുടെ കരിയർ ഷേപ്പ് ചെയ്യുന്നതിന്, കരിയർ മാപ്പ് ചെയ്യുന്നതിന് അവരൊരു പ്രൊഫഷണൽ സപ്പോർട്ട് എടുക്കേണ്ടതുണ്ട്. അതിലൂടെ മാത്രമേ ഇത്തരം കോഴ്സുകളിലേക്ക് അവരെ ലാൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്ക് സത്യത്തിൽ ഇത്തരത്തിൽ എക്സ്പോഷർ കൊടുക്കാൻ, സ്കിൽ ഡെവലപ്പ് ചെയ്യാനൊക്കെ നമ്മൾ അതിലൂടെ ശ്രമിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഗോകുലം സീക്ക് അക്കാദമിയിലേക്ക് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരു അഷുറൻസ് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഒരു സിവിൽ സർവീസ് പരിശീലന കേന്ദ്രം ഇൻട്രിൻസിക് ആയിട്ട് അത്തരം ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ട്. കുട്ടികൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അവരുടെ എംപ്ലോയബിലിറ്റിയിൽ വർധനവുണ്ടാവുമെന്ന്, ഞങ്ങളുടേത് മാത്രമല്ല, അത് പ്രൊഫഷണലായും സീരിയസ് ആയും നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും അത്തരത്തിലൊരു ഉറപ്പ് കൊടുക്കാൻ കഴിയും. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വേറൊരു ഡയമെൻഷൻ കൂടെ ആലോചിക്കുന്നുണ്ട്. അതായത് ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവരെ സിവിൽ സർവീസിൻ്റെ സിലബസ് ആസ്വദിച്ച് പഠിപ്പിക്കുന്നത് കൊണ്ട് കാര്യമില്ല. എന്നാൽ ഈ 21st സെഞ്ച്വറി ഡിമാൻഡ് ചെയ്യുന്ന സ്കിൽ സെറ്റുകളിൽ അവരെ ഇമ്പ്രൂവ് ചെയ്യുകയും അവരവരുടെ കരിയർ പാത്ത് എന്താണെന്ന് കണ്ടെത്താവുന്ന നിലയിൽ അവരെ എംപവർ ചെയ്യുന്ന തരത്തിൽ സ്കൂൾ കുട്ടികൾക്കായിട്ട് ജൂലൈ മുതൽ ഒരു പ്രോഗ്രാം ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരിക്കലും ഒരു സിവിൽ സർവീസിൻ്റെ ഒരു മേഖലയിലേക്ക് അവരെ ചെറുപ്പത്തിലേ വഴിതിരിച്ചു വിടുക എന്നുള്ളൊരു ഉദ്ദേശത്തിനേക്കാൾ കൂടുതൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ പുതിയ കാലഘട്ടത്തിന് ചേരുന്ന അത്തരം സാധ്യതകളിലേക്ക്, ആ എക്സ്പോഷറിലേക്ക് കുട്ടികളെ എത്തിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അവർ സ്കൂളിൽ പഠിക്കുന്ന നോളജിൽ നിന്നും അതിൻ്റെ ആപ്ലിക്കബിളായ എന്തൊക്കെ സ്കിൽ സെറ്റുകൾ അവർക്കുണ്ടായിരിക്കണം എന്നതുകൂടെ നമ്മൾ അവരെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് ഭാഷ കുട്ടിയെ പഠിപ്പിക്കുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവന് പറ്റുന്നില്ലെങ്കിൽ, 10 മനുഷ്യരെ ഫേസ് ചെയ്ത് സംസാരിക്കാൻ കുട്ടിക്ക് പറ്റുന്നില്ലെങ്കിൽ, ഒരു കത്ത് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ, ഒരു പരാതി എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ, ബാങ്കിലെ ഫോം ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എന്തൊക്കെയോ പ്രശ്നങ്ങൾ അതിനകത്ത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ തലമുറയ്ക്ക് വലിയ തോതിൽ അവരുടെ ഇൻഫർമേഷൻ ഗ്യാതറിങ് സോഴ്സായി സോഷ്യൽ മീഡിയ മാറുന്നതിൻ്റെ ഒരു അപകടം അവരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ നിന്ന് വരുന്ന സോഴ്സുകൾക്ക് ഓതൻറ്റിസിറ്റി ഇല്ല. ആരാണ് പറയുന്നത്, അവർക്ക് ഇതിനെപ്പറ്റി ഗ്രാഹ്യമുണ്ടോ എന്നൊന്നും അറിയാതെയാണ് പല ഇൻഫർമേഷനും കുട്ടികൾ. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ സോഷ്യൽ മീഡിയ ഇമ്മ്യൂണൈസേഷൻ ആവശ്യപ്പെടുന്നുണ്ട്. അതിലേക്ക് കയറുന്നതിന് മുമ്പ് അതെന്താണെന്നും അവിടെ നിന്നുണ്ടാവാൻ സാധ്യതയുള്ള കുഴപ്പങ്ങൾ എന്താണെന്നും അവിടെ നിന്ന് ഗ്യാദർ ചെയ്യുന്ന ഇൻഫർമേഷൻ്റെ കുഴപ്പം എന്താണെന്നും കുട്ടികൾ അറിയണം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതും ഞങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ കൊടുക്കുന്ന സിലബസ് എന്ന് പറയുന്നുണ്ടല്ലോ, ഈ സിലബസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ സിലബസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരുടെയൊക്കെ കാര്യങ്ങളൊക്കെയാണ്? അതിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത്, ഇപ്പം സിവിൽ സർവീസിനെ സംബന്ധിച്ച് അതിന് സർക്കാർ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നിശ്ചയിച്ച നിയതമായ സിലബസ് ഉണ്ട്. ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു ഇൻസ്ട്രക്ഷണൽ ഡിസൈനാണ്. അതായത് അതിൽ ഏത് വിഷയം ആദ്യം പഠിപ്പിച്ചാൽ നന്നാവും, ഏതൊക്കെ വിഷയത്തിൻ്റെ ഫണ്ടമെൻ്റലായ കാര്യങ്ങളാണ് കുട്ടി ആദ്യം പഠിക്കേണ്ടത്, ഫൗണ്ടേഷൻ. അതെ, ഇപ്പം നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ സയൻസ് ആൻഡ് ടെക്നോളജി, എക്കോളജി തുടങ്ങിയ സബ്ജക്റ്റുകൾ എപ്പോഴും നമ്മൾ പരീക്ഷയോട് അടുപ്പിച്ചാണ് പഠിപ്പിക്കുക. കാരണം ഒരു വർഷം ആ മേഖലയിൽ നടക്കുന്ന എല്ലാ ഡെവലപ്മെൻറ്റ്സും ക്വസ്റ്റ്യൻസ് ആയി മാറും. അതുകൊണ്ട് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മളത് ചെയ്യുക. ബേസിക് സയൻസ് നമ്മൾ ആദ്യത്തെ ഭാഗത്ത് പഠിപ്പിക്കും, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പിന്നീട് പഠിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് കുട്ടികൾക്ക് ഇത് ഏറ്റവും എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഇൻസ്ട്രക്ഷണൽ ഡിസൈനാണ് നമ്മൾ മുതിർന്ന കുട്ടികളുടെ കാര്യത്തിൽ ചെയ്യുന്നത്. സ്കൂൾ കുട്ടികളുടെ കാര്യത്തിൽ ഞങ്ങൾ ഇതിന് പെഡഗോഗി ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന എക്സ്പേർട്ടുകളെ പല ഭാഗത്തുനിന്നും, പല മേഖലയിലുള്ള എക്സ്പേർട്ടുകളെ കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ സഹായത്തോടു കൂടി നമ്മൾ ഒരു സിലബസ് അവർക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് പ്രിപ്പയർ ചെയ്യണം. അതുകൊണ്ടാണ് സത്യത്തിൽ അതിന് കുറച്ച് കാലതാമസം എടുക്കുന്നത്. ഇപ്പം ഞങ്ങളത് പെട്ടെന്ന് അനൗൺസ് ചെയ്യാതിരിക്കുന്നതിൻ്റെ ഒരു റീസണും ഈ ഒരു ആസ്പെക്റ്റ് അതിനകത്ത് പ്രോപ്പർലി സയൻറ്റിഫിക്കലി ക്രാഫ്റ്റഡ് ആയ ഒരു മോഡ്യൂൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതുകൊണ്ട് മുമ്പോട്ട് പോകുന്നതിൽ കാര്യമുള്ളൂ. ഒന്ന് കുട്ടികളെ എൻഗേജ് ചെയ്യണം, അവരതിനകത്ത് ഇരിക്കണം. നമ്മളിപ്പം അഡീഷണലായിട്ട് നമ്മൾ തേനും പഞ്ചസാരയും കൊടുക്കാമെന്ന് പറഞ്ഞാലും ക്ലാസ്സിൽ പോകുന്നതിൻ്റെ കൂടെ 1 മണിക്കൂർ പഠിക്കാൻ കുട്ടികൾ തയ്യാറാവില്ല. അപ്പോൾ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയ, ഗെയിമിഫൈഡ് ആയ ഒരു സിലബസ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏജ് ലിമിറ്റ് ഉണ്ടോ? ഉണ്ട്. അത് വളരെ പ്രാഥമികമായ കാര്യമാണ്. അതായത് IAS-ന് 21 വയസ്സിനും 32 വയസ്സിനും ഇടയിലുള്ള ബിരുദധാരികൾക്കാണ് എഴുതാൻ പറ്റുക. അത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ. OBC ആണെങ്കിൽ നിങ്ങൾക്ക് 3 കൊല്ലത്തെ ഇളവ് കിട്ടും. വിച്ച് മീൻസ് 6 ശ്രമങ്ങളാണ് ജനറൽ കാറ്റഗറിക്കെങ്കിൽ ഇവിടെ 35 വയസ്സ് എന്ന നിലയിൽ എക്സ്റ്റൻഷൻ കിട്ടും, 9 അറ്റംപ്റ്റ് എന്ന നിലയിൽ കിട്ടും. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെങ്കിൽ
2 വർഷവും കൂടെ കൂടുതൽ, അതായത് 5 വർഷത്തെ ഇളവുണ്ട്. അതായത് 37 വയസ്സ് വരെയുണ്ട്. അൺലിമിറ്റഡ് ആയ അറ്റംപ്റ്റുകളാണ്. അതിനുള്ളിൽ എത്ര തവണ വേണമെങ്കിലും ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ ഇനി വലിയ പരിശീലനം അല്ലെങ്കിൽ വലുതും തേടി നമ്മൾ പുറത്തേക്കൊന്നും പോകണ്ട, കേരളത്തിൽ തന്നെയുണ്ട്. അതെ, അതിന് എപ്പോഴും നമ്മൾ നോക്കേണ്ടത്, ഇപ്പം നമുക്ക് ഡൽഹിയിലേക്ക് പോകുക എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഡൽഹി എന്ന് പറഞ്ഞൊരു സിറ്റി നമുക്ക് തരുന്ന എക്സ്പോഷറിൻ്റെ സാധ്യതകളുണ്ട്. പക്ഷെ അതിനൊപ്പിച്ച് ചാലഞ്ചസും ഉണ്ട് അവിടെ. അതായത് നിങ്ങൾ നോക്കുക, ഇത് വളരെ എക്സ്പെൻസീവ് ആവും. ഇതൊരു കോച്ചിങ് ആണ്. അപ്പം തന്നെ നമുക്ക് എന്തില്ല, ഫൈനൽ ഔട്ട്പുട്ടിനെ പറ്റി നമുക്കൊരു 100% ഗ്യാരണ്ടി കൊടുക്കാൻ ആർക്കും പറ്റില്ല. ഈ ജോലി എത്തിക്കലായി ചെയ്യുന്ന ആർക്കും അത്തരത്തിൽ എല്ലാവരെയും ജയിപ്പിച്ചോളാമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഡൽഹിയിലേക്ക് പോകും തോറും ഇത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആവുകയാണ്. അതായത് ഇതിനകത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വല്ലാതെ കൂടും. ഒരു ഡീസൻറ്റ് സ്റ്റേ നമ്മൾ കണ്ടെത്തണമെങ്കിൽ അതിന് വലിയ ചിലവുണ്ടാവും. അവിടുത്തെ ഫീസ് ഏതാണ്ട് നമ്മുടെ 2 ഇരട്ടിയിൽ കൂടുതലാണ്. മറ്റ് സബ്ജക്റ്റ്, ഓപ്ഷണൽ സബ്ജക്റ്റ് നമുക്ക് അതുപോലെയാണ്. പിന്നെ ക്ലാസ് മുറികളിൽ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഒരിക്കലും ക്ലാസ് റൂമിൻ്റെ സ്ട്രെങ്ത് നമ്മൾ 120 കുട്ടികളിൽ കൂടുതലാവില്ല. അത് നമുക്ക് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടിയാണ്. ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഉറപ്പുവരുത്താവുന്ന രൂപത്തിലാണ്. അതെ, ഇപ്പം ഡൽഹിയിലേക്കൊക്കെ പോകുമ്പോഴും പല സ്ഥലങ്ങളിലും ആളുകളുടെ എണ്ണം കൂടുന്തോറും ഈ ക്ലാസിൻ്റെ സ്ട്രെങ്ത് 250ലേക്കും 300ലേക്കും 500ലേക്കും ഒക്കെ എത്തും. അപ്പോൾ അവിടെ നമുക്ക് ടീച്ചേഴ്സിനെ പലപ്പോഴും നമ്മളൊരു സ്ക്രീനിൽ കാണുന്ന അനുഭവം തന്നെയാണ് അവിടെ ഉണ്ടാവുന്നത്. ഇൻഡിവിജ്വൽ അറ്റൻഷനെ പറ്റി ചിന്തിക്കേ വേണ്ട, അത് പ്രായോഗികമല്ല, ആരെയും കുറ്റം പറയാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പോഴും ആളുകൾ ഡൽഹിയിൽ പോകുന്നത് ഈ നിലവാരമുള്ള അധ്യാപകരെ അന്വേഷിച്ചാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ, കാരണം അധ്യാപകർ എന്ന് പറഞ്ഞാൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പറിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. ടീച്ചേഴ്സിന് ട്രാവൽ ചെയ്യാമല്ലോ. അപ്പോൾ ടീച്ചേഴ്സിനെ അവിടെ കണ്ടെത്തി അവരെ കൺവിൻസ് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നതിന് സ്വാഭാവികമായിട്ടും ഒരു എഫേർട്ട് ഉണ്ട്. അവിടെ ഞങ്ങളെ സഹായിച്ചിരിക്കുന്നത് ഗോകുലം എന്ന് പറയുന്ന വലിയ ബ്രാൻഡിൻ്റെ തണലാണ്. അപ്പോൾ അത് നമ്മളെ അവരോട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഗൂഗിൾ ചെയ്ത് നോക്കും. അപ്പോൾ നോക്കുമ്പോൾ ഇത്രയും വലിയൊരു ബ്രാൻഡ് ഇതിൻ്റെ പുറകിലുണ്ടെങ്കിൽ അവർക്ക് എന്തും ചെയ്യാൻ കഴിയും എന്ന് സ്വാഭാവികമായിട്ടും അതുണ്ട്. ആ പിന്തുണ തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ നിലനിൽക്കാൻ സഹായിക്കുന്നതും. ഇപ്പം കേരളത്തിൽ തിരുവനന്തപുരം മാത്രമാണ് ആ ഒരു ഔട്ട്ലെറ്റ് ഉള്ളത്. അതെ, കേരളത്തിൽ നമുക്ക് തിരുവനന്തപുരം മാത്രമാണ്. കേരളത്തിൽ ആ സാധ്യതയും തിരുവനന്തപുരമാണ് തരുന്നുള്ളത്. പിന്നെ അതല്ലെങ്കിൽ നമ്മൾ അതിനുള്ളൊരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യേണ്ടി വരും. അതായത് ക്ലാസ് മുറി മാത്രം പോരാ, അതിന് വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. നമ്മൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയാൽ കൊച്ചി, ഇപ്പം സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കും എന്തുകൊണ്ടാണ് കൊച്ചി നമ്മൾ ചൂസ് ചെയ്യാത്തതെന്ന്. അത് ഒരു നാടിൻ്റെ കൾച്ചറും അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. കൊച്ചി ഒരു ബിസിനസ് കൾച്ചറുള്ള, ഇൻഡസ്ട്രിയൽ കൾച്ചറുള്ള, ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഇവിടെ ക്ലാറ്റ്, CA, കൊമേഴ്സിൻ്റെ സംഗതിയിൽ ഇതെല്ലാം കൊച്ചിയിൽ വല്ലാതെ ഫ്ലറിഷ് ചെയ്യും. തിരുവനന്തപുരത്ത് താരതമ്യേന കുറവാണ്. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥരും അവരുടെ തലമുറകളും കുടുംബങ്ങളും അവർക്ക് എപ്പോഴും ഒരു കരിസ്മ തോന്നുന്നതും താല്പര്യം തോന്നുന്നതും അവരുടെ സുപ്പീരിയേഴ്സ് ആയിട്ടുള്ള സിവിൽ സർവീസുകാരോടാണ്. അതുകൊണ്ട് തിരുവനന്തപുരം, കൊല്ലം സൈഡിനൊക്കെ എപ്പോഴും ഒരു സിവിൽ സർവീസിനോടൊരു താല്പര്യം കൂടുതലുണ്ട്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് അത് ഫ്ലറിഷ് ചെയ്തിരിക്കണേ. പിന്നെ കേരള ഗവൺമെൻറ് സിവിൽ സർവീസ് അക്കാഡമി തുടങ്ങിയതും തിരുവനന്തപുരത്താണ്. അതുകൊണ്ടും സ്വാഭാവികമായിട്ടും ആ എക്കോസിസ്റ്റം അവിടെ വന്നു. ഇന്നിപ്പോൾ 10,000 കുട്ടികളെങ്കിലും തിരുവനന്തപുരത്ത് ഒരേ സമയത്ത് താമസിച്ച് സിവിൽ സർവീസിന് തയ്യാറെടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഇപ്പം എല്ലായിടത്തും ഭയങ്കര സ്വീകാര്യത, അല്ലെങ്കിൽ അതിനാണ് കൂടുതലായിട്ട് ഡൊമൈൻ ഉള്ളത്. IASലും ഇംഗ്ലീഷ് ലാംഗ്വേജിന് നിർബന്ധമുണ്ടോ? അത് അറിഞ്ഞൊരു കുട്ടിക്ക് മാത്രമേ IAS എടുക്കാൻ പറ്റുള്ളൂ എന്നുണ്ടോ? ഇല്ല, അതും ഒരുപാട് ആളുകൾക്ക് അറിയാത്തൊരു കാര്യമാണ്. അതായത് ഇന്ത്യക്ക് അങ്ങനെ ഒരു ഒഫീഷ്യൽ അല്ലെങ്കിൽ നമ്മളൊരു നാഷണൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു ഭാഷേനെ നമ്മൾ വെച്ചിട്ടില്ല എന്ന് ആലോചിക്കണം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച എല്ലാ ഭാഷകളിലും എല്ലാ മീഡിയത്തിലും സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ നമുക്ക് ഓപ്ഷനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മലയാളം മാത്രമേ അറിയൂ, അല്ലെങ്കിൽ മലയാളമാണ് നിങ്ങളുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ്, മലയാളത്തിൽ കംഫർട്ടബിളായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സിവിൽ സർവീസിൻ്റെ മെയിൻസും ഇൻ്റർവ്യൂവും നിങ്ങൾക്ക് മലയാളത്തിൽ കൊടുക്കാൻ ഓപ്ഷനുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ സ്റ്റേജിൽ അവർ ചെയ്യുന്നത് നിങ്ങൾക്കൊരു ട്രാൻസ്ലേറ്ററുടെ സഹായം അവർ തരും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മലയാളത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം, ട്രാൻസ്ലേറ്റർ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ലാംഗ്വേജിനോടുള്ള ഒരു തരത്തിലുള്ള ഓറിയൻറ്റേഷൻ അവർക്കില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഭയങ്കര എക്സ്പേർട്ടായ ഒരു സിവിൽ സർവൻറ്റിനെ കിട്ടി, ആളെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് നാഗാലാൻഡ് കേഡറിലാണെങ്കിൽ ആലോചിച്ച് നോക്കൂ, അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. അല്ലെങ്കിൽ ആസാമിലാണെങ്കിൽ ആലോചിച്ച് നോക്കൂ, ബംഗാളിലാണെങ്കിൽ ആലോചിച്ച് നോക്കൂ, അവിടെ ഒന്നും ഇംഗ്ലീഷ് അറിയാമെന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കൊരു എലീറ്റ് ക്ലാസ്സിനപ്പുറത്തേക്ക് നിങ്ങൾ ഇടപെടേണ്ടി വരുന്ന മനുഷ്യരോട് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ UPSC അല്ലെങ്കിൽ നമ്മുടെ DOPT ചെയ്യുന്നത്, നിങ്ങൾ ഏത് സംസ്ഥാനത്താണോ പ്ലേസ്ഡ് ആവുന്നത് ആ നാട്ടിലെ ഭാഷ 7ാം ക്ലാസ് നിലവാരത്തിൽ പഠിപ്പിക്കും. നിങ്ങൾ നമ്മുടെ നോർത്ത് നിന്നുള്ള ബ്യൂറോക്രാറ്റ്സ് മലയാളത്തിൽ പാട്ടുപാടുമൊക്കെ ചെയ്യുന്ന കാണുന്നില്ലേ, അത് അവർ ഇവിടെ എത്തുന്നതിന് മുമ്പ് അവർക്ക് നൽകുന്ന പരിശീലനത്തിൽ ഈ ഭാഷാ പരിശീലനവും പെടുന്നുണ്ട്. അപ്പോൾ അവർ ആ ഭാഷ പഠിപ്പിക്കും, എഴുതാനും വായിക്കാനും പഠിപ്പിക്കും.
ഓക്കെ, ഇപ്പൊ തിരുവനന്തപുരത്താണല്ലോ നമ്മൾ ഔട്ട്ലെറ്റ് വരുന്നത്. അപ്പം തിരുവനന്തപുരത്തേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ആൾക്കാർക്ക് ഓൺലൈനായിട്ട് സർവീസുകളുണ്ടോ? ഓൺലൈനായിട്ട് നമ്മൾ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അവർക്ക് ഇവിടെ ക്ലാസ് നടക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ലൈവ് സ്ട്രീമിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോഴ്സിൽ എൻറോൾ ചെയ്ത് അവർക്ക് ആ ലൈവ് സ്ട്രീമിംഗ് എടുക്കാവുന്നതാണ്. അപ്പോൾ അവർക്ക് കംഫർട്ടബിൾ ആവുന്ന ഒരു സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഈ മോഡ് സ്വിച്ച് ചെയ്ത് ഓഫ്ലൈനിലേക്ക് വരാനും നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അവർക്ക് തിരുവനന്തപുരത്തേക്ക് വന്ന് എടുക്കാൻ എപ്പോൾ പറ്റുമോ അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ അവർക്ക് ജോയിൻ ചെയ്യാം. നിലവിൽ ഇപ്പോൾ 1-2 മാസം അവർക്ക് കഴിയാത്ത സാഹചര്യമാണെങ്കിൽ അവർക്ക് ഈ ഓൺലൈൻ കോഴ്സ് അറ്റൻഡ് ചെയ്യാം. ബാക്കി സപ്പോർട്ടെല്ലാം നമ്മൾ ഓൺലൈനായിട്ട് മെൻറ്റർഷിപ്പ് അടക്കം നമ്മൾ അവർക്ക് ഓൺലൈനിൽ കൊടുക്കും. ഇപ്പോൾ സമീപകാലത്ത് കേരളത്തിൻ്റെ IAS റിസൾട്ട് ഒക്കെ നോക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ്? ഇനി അതിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? തീർച്ചയായിട്ടും കേരളം അതിൽ ഇമ്പ്രൂവ് ചെയ്യുകയാണെന്നുള്ളതൊരു നല്ല കാര്യമാണ്. ബിക്കോസ് നമുക്ക് ആദ്യം 100 റാങ്കിനകത്ത് കേരളത്തിലെ കുട്ടികൾ വലിയ തോതിൽ ഇടം പിടിക്കുന്ന ഒരു സാഹചര്യം ഈ വർഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഫ്യൂച്ചറിൽ സീരിയസ് ആയിട്ടുള്ള ആസ്പിരൻസ് ഉണ്ടാകുമ്പോൾ നമുക്കത് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ തയ്യാറായി കൂടുതൽ കുട്ടികൾ വരിക ഒരു കാര്യം. 2, നമ്മളുടെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എക്സലൻസിലുള്ള കുട്ടികൾ ഇതിനെ രാജ്യസേവനത്തിന് പറ്റുന്ന ഒരു കരിയർ ഓപ്ഷനായി കാണാനും കൂടെ തുടങ്ങിയാൽ കേരളം, കാരണം നോർത്തിൽ പലപ്പോഴും ഡൽഹിയിലൊക്കെ പ്രധാന യൂണിവേഴ്സിറ്റികളെന്നും പ്രധാന കോളേജുകളിൽ നിന്നുള്ള കുട്ടികൾ അവരുടെ ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ഇതിനെ കാണുന്നുണ്ട്. കേരളത്തിൽ അതേ സമയത്ത് നമ്മൾ പ്രൈവറ്റ് എംപ്ലോയ്മെൻറ്റിലേക്ക് കൂടുതൽ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ കേരളത്തിലെ നല്ല കുട്ടികൾ, അതായത് കേരളത്തിൽ നിലവാരമുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന, പ്രത്യേകിച്ചും ഗവൺമെൻറ് കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ കുറച്ച് കൂടുതലായി സിവിൽ സർവീസിനെ ഒരു കരിയറായി ചൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഒരു വളരെ നല്ല പൂൾ ഓഫ് സിവിൽ സർവൻസിനെ കേരളത്തിന് കിട്ടും. അപ്പോൾ അതൊരു ഫ്യൂച്ചർ കേരളത്തിനെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയുള്ളതാണ്. കേരളത്തിലേക്ക് അങ്ങനെ ഒരുപാട് IASകാരെ കൊണ്ടുവരാൻ ഗോകുലം സീക്ക് അക്കാദമിക്ക് പറ്റും. തീർച്ചയായിട്ടും. താങ്ക് യു.